السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله، أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا يا رب العالمين. اللهم اجعلنا من المتعلمين الذين يتعلمون العلم لوجهك الكريم يا أرحم الراحمين. ബഹുമാനമുള്ള ഫതുഹുൽ മുഈൻ അൽഫിയ സബഖിലെ ബഹുമാനികളെ, പ്രത്യേകിച്ച് സാദാത്യങ്ങൾ, അതുപോലെ പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പഠിതാക്കളായ സഹോദരിമാർ, സഹോദരന്മാർ, ഏറ്റവും കൂടുതൽ ആദരവോടെ തന്നെ മറ്റു മസ്അലകൾ ശ്രദ്ധിച്ചുകൊണ്ട് ക്ലാസ് ശ്രദ്ധിക്കുന്ന സഹോദര സഹോദരന്മാർ എല്ലാവരെയും ആദരപൂർവ്വം കണ്ടുകൊണ്ട് തന്നെ ഇന്നലെ നാം ഓതിവെച്ച ഫതുഹുൽ മുഈനിന്റെ ബാക്കി ഭാഗം ശ്രദ്ധിക്കാം. വുളൂഇന്റെ സുന്നത്തുകളാണ് നാം ചർച്ച ചെയ്തു വന്നത്. അവിടെയാണല്ലോ ഉണ്ടായത്. അതില് മിസ്വാക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പ്രത്യേകതകളെ കുറിച്ചും അതിന്റെ മഹത്വങ്ങളെ കുറിച്ചും അതിന്റെ ഗുണങ്ങളെ കുറിച്ചും ഒക്കെ ഏകദേശം ഒരു രൂപം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് അതിനോടനുബന്ധമായ മറ്റൊരു വിഷയമാണ്. അവിടേക്ക് പോവാം. വയുന്തബു തഖ്ലീലു ഖബല സിവാക്കി എന്നാണ്. തഖ്ലീലി എന്ന് പറഞ്ഞാൽ പല്ലി കുത്തുക. അപ്പൊ പല്ലിന്റെ ഇടകളില് ഭക്ഷണത്തിന്റെ അസറുകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യലും സുന്നത്താണ്. നോക്കൂ, ഒരു ശാരീരിക ആരോഗ്യശാസ്ത്രം കൂടി നമുക്ക് ശറഅ് ഫിഖ്ഹിലൂടെ പഠിപ്പിച്ചു തരികയാണ്. മനുഷ്യനുണ്ടാകുന്ന ഏകദേശം രോഗങ്ങൾ മുഴുവനും അവന്റെ വായിൽ നിന്നാണ് എന്ന് ഇന്നത്തെ ശാസ്ത്രം കണ്ടുപിടിച്ചു എന്ന് നമുക്കറിയാൻ കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്നൊരു മുക്തത നമുക്ക് വരാൻ അതിനുള്ള സൗകര്യം, അതിനുള്ള ഒരു സപ്പോർട്ട് പരിശുദ്ധ ദീൻ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് മനസ്സിലാക്കി തന്നു. അതാണല്ലോ. അപ്പൊ തഖ്ലീൽ ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ വസ്തുത വരുന്നത്. നമുക്കറിയാം, തഖ്ലീൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് മനുഷ്യ സമൂഹമായ നമുക്ക് തഖ്ലീൽ ചെയ്യൽ വളരെ സുന്നത്താണ്, നമ്മൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഇത് ചെയ്യാൻ കഴിയാത്ത ചില ജീവികൾ അള്ളാഹുവിന്റെ ദുന്യാവിലുണ്ട്. നമ്മൾ ഈ സൂയിലൊക്കെ പോയാല് പിന്നെ മുതലിനെ നോക്കിയിട്ടുണ്ടോ? മുതലെങ്ങനെ വായ പൊളിച്ചിങ്ങനെ കിടക്കുന്ന കാണാം, ഇല്ലേ? ആ പല്ലിങ്ങനെ പുറത്തിട്ടിട്ട് ഇങ്ങനെ കിടക്കും. അതിന് കുറെ പ്രത്യേകതകളുണ്ട്. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് താഴത്തെ താടിയല്ലാണല്ലോ അല്ലെ ഇളകല്. മുതലിന്റെ നോക്കുകൊണ്ട് മുതലിന്റെ മുകളിലാണ്. അതിന് കുറെ ശാസ്ത്രീയ വശങ്ങളുണ്ട്. അതൊക്കെ ഇജാസുൽ ഖുർആൻ എന്ന വിഷയത്തിൽ നമുക്ക് പ്രതിപാദിക്കാനുണ്ട്. നല്ല കുറെ ഹെക്മത്തുകളും അള്ളാഹുവിന്റെ ഖുദ്റത്തുകളും ഒക്കെ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ അതിന്റെ മുകളിലെ താടിയെല്ലാണ് അനങ്ങിക്കൊണ്ടിരിക്കാറുണ്ട്, അല്ലെ? അതായിരിക്കട്ടെ. അപ്പൊ ഈ പല്ലിങ്ങനെ പുറത്തേക്കിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയുമോ? അതിനും ആരോഗ്യം വേണമല്ലോ. അപ്പോ അതിങ്ങനെ പല്ല് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ പല്ലിന്റെ ഇടയിലുള്ള ഉച്ഛിഷ്ടങ്ങളും ആ കച്ചറകളും ഒക്കെ പക്ഷികൾ വന്നിട്ട് കൊത്തിയെടുത്ത് കൊണ്ടുപോകും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. അങ്ങനെയാണ്. എങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യ നിലയെ ഊട്ടിയുറപ്പിക്കാനും ശക്തിപ്പെടുത്താനും ആണ് എന്ത് പറഞ്ഞത്? മിസ്വാക്ക് ചെയ്യുന്നതിന് മുമ്പ് തഖ്ലീൽ ചെറിയൊരു സുന്നത്ത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം ശക്തമാവുകയാണ്, ആരോഗ്യത്തിന് ബലം കിട്ടുകയാണ്. നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു മെഡിസിൻസ് വകുപ്പും കൂടി നമുക്ക് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നു എന്ന് ഇതിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും കഴിയുന്നു എന്നതും കൂടി ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വലിയ നേട്ടമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ യുന്തബു തഖ്ലീലു, അതായത് പല്ലിക്കുത്തല് സുന്നത്താണ്. അതായത് തഖ്ലീൽ അസ്നാനി എന്നർത്ഥം. അത് എന്തുകൊണ്ടായിരിക്കണം ഈ തഖ്ലീൽ ചെയ്യേണ്ടത്? അത് സിവാക്ക്, മിസ്വാക്ക് ചെയ്യുന്ന, അതായത് കൊള്ളിക്കഷ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അറാഖിന്റെ ഒക്കെ പറയുന്നത്, അങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ടാണ് സുന്നത്തുള്ളത്. പിന്നെ അതും ചെയ്യേണ്ടത് പിന്നെ വലത്തെ ഭാഗത്ത് നിന്നാണ് ചിക്കി കുത്താൻ ഏറ്റവും നല്ലത് എന്നതും സുന്നത്തായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ മറ്റുള്ള കൊള്ളിക്കഷ്ടങ്ങളെ പോലുള്ളത് കൊണ്ട് പല്ലിക്കുത്തല് കറാഹത്താണ്. ഇപ്പൊ ഈർക്കിളി പോലുള്ളതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു കറാഹത്തുണ്ട്. പക്ഷെ അത് മറ്റേത് കിട്ടാത്തതാവുമ്പോ പിന്നെ ഇത് മതി, അതിൽ നിൽക്കാം. അതുപോലെ ഇരുമ്പിന്റെതോ അല്ലെങ്കിൽ ചെമ്പിന്റെയോ അല്ലെങ്കിൽ അലൂമിനിയത്തിന്റെ ഒക്കെ കമ്പുകളെ കൊണ്ടൊന്നും ചെയ്യുന്നത് ഉത്തമമല്ല. ഈ പറഞ്ഞ ഉഴുത് നമ്മള് പിന്നെ പല്ല് തേക്കാൻ വേണ്ടി പറഞ്ഞ അറാഖിന്റെ ഒക്കെ കഷ്ണങ്ങൾ പറഞ്ഞല്ലോ, അതാണ് അതിൽ പെടുത്തുന്നത്. പക്ഷെ അതൊന്ന് കിട്ടാൻ നമുക്ക് പ്രയാസം ഉണ്ടാവും.
അപ്പോ ഈ മുൾച്ചെടി പോലുള്ളതിന്റെ ഒക്കെ അതിന് പറ്റുമെന്ന് നമുക്ക് ഉസ്താദ്മാര് ആ ഭാഗത്ത് പറഞ്ഞു തരലുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ അതില്ലല്ലോ. അപ്പൊ ഇല്ലെങ്കിൽ ഉള്ളതിനെ കൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പൊ പിന്നെ ഈ തഹ്ലീൽ ചെയ്യല് നമുക്കൊരു സംരക്ഷണം തരുന്നതാണ്. പല്ലിന്റെ തസ്വീസ് ചെയ്യുക, പല്ല് പിന്നെ കേട് വരിക, പല്ലില് പിന്നെ പല്ല് വേദന ഉണ്ടാകുക, പല്ലിൽ പുശുക്കേട് ഉണ്ടാകുക, ഇതിനൊക്കെ വലിയ ഒരു അമാന് കിട്ടും തഹ്ലീൽ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ പല്ലിന്റെ ഇടയിൽ ഈ ഇങ്ങനെ പല്ല് ഈ കൊള്ളി കഷ്ണം കൊണ്ട് മറ്റൊക്കെ കുത്തിയെടുത്തിട്ട് കിട്ടിയ അതിന്റെ അസറുള്ള ഭക്ഷണം അത് കഴിക്കാൻ പറ്റുമോ? അത് കഴിക്കൽ കറാഹത്താണ്. പക്ഷെ നമ്മൾ നാവ് കൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നാവ് ഇങ്ങനെ ഒന്ന് അനക്കി കഴിഞ്ഞാൽ നാവും ചിലതൊക്കെ വരും, അത് കഴിക്കുകയും ചെയ്യാം. അതും നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്തൊരു സുന്ദരമായിട്ടാണ് ഫിഖ് ഇതൊക്കെ പഠിപ്പിച്ചു തന്നത്. അതാണ്. ഇനി അവിടെ തന്നെ നമുക്ക് വേറെ ഷർഹിലൊക്കെ വിശദീകരിച്ച് തരുന്നുണ്ട്. ഇങ്ങനെ ജനങ്ങളുമായിട്ട് ഇടകലരുന്ന, ജനങ്ങളുമായിട്ട് സഹവാസം പുലർത്തുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും മിസ്വാക്ക് കൊണ്ട് വായ ശുദ്ധിയാക്കണം. അതുപോലെ തന്നെ സുഗന്ധം പൂശണം. അതുപോലെ നല്ല അച്ചടക്ക അതബുകൾ. ചില ആളുകളുടെ ഇടയിലൊക്കെ ഇരുന്നിട്ട് മൂക്കിനുള്ളിൽ ഇങ്ങനെ ഈ ഒരു ചാവി കൊടുക്കണമാര്, ഇതൊക്കെ തെറ്റാണ്. ഇമാം ഖസാലി തങ്ങൾ വളരെ വിശദമായിട്ട് ഈ വിഷയത്തൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിന്റെ അസംസ്കാരമാണ് അതൊക്കെ. അപ്പൊ സംസ്കാര സമ്പന്നനായിക്കൊണ്ടായിരിക്കണം ആളുകളോട് ഇടപഴകേണ്ടത് എന്നും ഇരുത്തത്തിലും നോട്ടത്തിലും കൈ വെക്കുന്നിടത്തും ഒക്കെയും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാ മനസ്സിലാക്കേണ്ടത്. അപ്പൊ തഹ്ലീൽ ചെയ്യല് സുന്നത്താണ്. അതുപോട്ടെ. അപ്പൊ വൈന്ദബു തഹ്ലീലു പല്ലി കുത്തല് സുന്നത്താണ്. എപ്പോൾ ഇന്ദബു കബല സിവാക്ക്, സിവാക്കിന്റെ മുമ്പ്, അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഔബാദഹു, സിവാക്കിന് ശേഷമായാലും കുഴപ്പമില്ല. എന്തിനെ തൊട്ട് ആണ് തഹ്ലീൽ ചെയ്യേണ്ടത്? മിൻ അസരി ത്വആമി, ഭക്ഷണത്തിന്റെ അസറിനെ തൊട്ട് തഹ്ലീൽ ചെയ്യണം. താലൂക്ക് അങ്ങോട്ടാണ് ഇടുക. അപ്പൊ പിന്നെ തഹ്ലീൽ മാത്രം മതിയോ, സിവാക്ക് വേണ്ടേ എന്നതൊരു സംശയം വരുമല്ലോ. അപ്പൊ പറയട്ടെ, വസ്സിവാക്കു അഫ്ളലു മിൻഹു, ഈ തഹ്ലീലിനെ കാട്ടിലും ശ്രേഷ്ഠത എന്തിനു തന്നെയാണ്? സിവാക്കിനാണ്. പക്ഷെ ഖിലാഫൻ ലിമൻ അകസ, അതിന് എതിര് പറഞ്ഞവരും ഉണ്ട് അങ്ങനെ അല്ല എന്ന്. അതായത് തഹ്ലീലാണ് അഫ്ളലു സിവാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇഖ്തിലാഫ് എവിടെയുള്ളൂ, അത് വുജൂബാണോ സുന്നത്താണോ എന്നുള്ളതിലുള്ളൂ. സിവാക്ക് വേണം, തഹ്ലീലും വേണം എന്നതിലും അതിൽ രണ്ടിലും 70-ൽ പരം ഫായിദകൾ ഉണ്ട് എന്നതിലും എല്ലാവരും ഇത്തിഫാക്കാണ്. പക്ഷെ ഇതാണോ വുജൂബിന്റെ സ്ഥാനത്തേക്ക് എത്തുന്നത്, ഇതാണോ വുജൂബിന്റെ സ്ഥാനത്തേക്ക് എന്നതിലാണ് ഇഖ്തിലാഫ് വന്നിട്ടുള്ളത് എന്ന് ഷറഹ് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ വല യുക്റഹു ബി സിവാക്ക് ഗൈരിൻ, മറ്റൊരാളുടെ മിസ്വാക്ക് കൊണ്ട് പല്ല് തേക്കൽ കറാഹത്ത് ഇല്ല. അലിസിയാക്ക് കറാഹത്തില്ല. പക്ഷെ കറാഹത്ത് ഉണ്ട് എന്ന അഭിപ്രായമുണ്ട്. എപ്പോൾ? അത് ഖിലാഫുൽ ഔലയാണ് എന്ന അഭിപ്രായമുണ്ട്. ഏത്? മറ്റൊരാളുടെ മിസ്വാക്ക് കൊണ്ട് ചെയ്യല്. അതന്നെ തബറുക്കിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ ഖിലാഫുൽ ഔലയും കറാഹത്തും ഇല്ല. തബറുക്കിന് വേണ്ടിയിട്ട് ബർക്കത്തെടുക്കാൻ വേണ്ടി കാര്യമായ ആരിഫ്യങ്ങളാണ്, ഔലിയാക്കളാണ്, ശുഹദാക്കള്, ഇങ്ങനെയുള്ള കാര്യമായ ആളുകളുടെ ബ്രഷ് കൊണ്ട് അത് ബ്രഷ് ചെയ്തു എന്നത് വളരെ പുണ്യമുള്ളതാണ്. നമുക്കറിയാം അഹ്ലുബൈത്തിന്റെ തബറുക്കിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ മഹത്തുക്കളായ പണ്ഡിതന്മാരൊക്കെ അതിൽ അണിചേർന്നിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങള് പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ മഹാനായ ഷംസുൽ ഉലമയുടെ ശിഷ്യനാണ് ഇരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഷംസുൽ ഉലമ പറയുമായിരുന്നു, പോൽ ഹൈദരലി തങ്ങള് തേച്ചു കുളിച്ച ആ സോപ്പ് ഒന്ന് കൊണ്ടുവരൂ, എനിക്ക് തേക്കാനാണെന്ന്. നോക്കൂ, അവരൊക്കെ അഹ്ലുബൈത്തിനെ സ്നേഹിച്ചത് ശിഷ്യന്റെ സോപ്പ് കൊണ്ടെന്ന് പറഞ്ഞാൽ അഹ്ലുബൈത്തിന്റെ സ്ഥാനം അവിടെ മഹാനായ ഷംസുൽ ഉലമ നമുക്ക് വരച്ചു കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ആ ഒരു തിളക്കം ലോകത്ത്, അതല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അത് ചിന്തിക്കാനും മറ്റൊന്നും ഇല്ലതാനും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതാണ് പറഞ്ഞത്. തബറുക്കിന് വേണ്ടിയിട്ടാണെങ്കിൽ ഖിലാഫുൽ ഔലയോ കറാഹത്തോ അവിടെ ഇല്ല എന്നൊന്നും കൂടി കൂട്ടി മനസ്സിലാക്കേണ്ടത് ഉണ്ട്. അപ്പൊ ഗൈറാണ് അതിനെ ഔ അലിമ റിളാഹു, അതായത് ആ ഗൈറിന്റെ സമ്മതം ഉണ്ട്. സമ്മതം ചോദിച്ചിട്ടാണ്. മറ്റൊരാളുടെ ബ്രഷാണ്, പക്ഷെ ആ മറ്റൊരാളുടെ സമ്മതം ചോദിച്ചു. അപ്പോ ഇതിന് ഉണ്ട് എന്ന് അറിഞ്ഞു. അല്ലെങ്കിൽ ഔ അലിമ റിളാഹു, ഇതിനുണ്ടായി, അതായത് സമ്മതം ചോദിച്ചു, സമ്മതം കിട്ടി. അല്ലെങ്കിൽ ഔ അലിമ റിളാഹു, അല്ലെങ്കിൽ മറ്റേ ആളുടെ സമ്മതം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, എന്നാൽ കുഴപ്പമില്ല, കറാഹത്തൊന്നും ഇല്ല. അതാണ്. അങ്ങനെ അറിഞ്ഞിട്ട് ഇല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇല്ല ഹറുമ, അതായത് സമ്മതം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ തൃപ്തി ഉണ്ട് എന്ന് അറിഞ്ഞിട്ടില്ല എങ്കിൽ ഹറുമ, അതെന്താണ്? ഹറാമാണ്. ഏതുപോലെ? കഅഖദിഹി മിൻ മിൽക്കിൽ ഗൈരി മാലൻ തജ്രി ആദത്തുൻ ബിൽ ഇറാദി അൻഹു എന്നാണ്.
അതായത് മറ്റൊരാളുടെ സാധനത്തെ, അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള സാധനത്തെ സമ്മതം കൂടാതെ എടുക്കൽ ഏതായിരുന്നാലും അത് ഹറാമ് തന്നെയാണ്. പക്ഷെ ഒരു ആദത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ സാധാരണഗതിയിൽ എങ്ങനെയാണ് അങ്ങനെ എടുക്കാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. അത് പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ ആ സ്ഥലത്തിലോ ഉള്ള ഒരു ആദത്തുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങളും വരും. അപ്പൊ ആദത്ത് അങ്ങനെ നടന്നിട്ടും ഇല്ല എങ്കിൽ മറ്റൊരാളുടെ മിൽക്കിലുള്ള സാധനത്തെ പിടിക്കുന്നത് എന്താണ്, എടുക്കുന്നത് അത് തെറ്റാണ്, ഹറാമാണ്. എന്നതുപോലെ ഇതും തെറ്റാണ്. പക്ഷെ അങ്ങനെ ആരും ചെയ്യാൻ തുനിയില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷെ എങ്കിലും അതിന്റെ ബർക്കത്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് ചെയ്യല് ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്നത് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായോ ഇല്ലേ എന്നൊരു സംശയം ഇങ്ങനെ തോന്നും. അങ്ങനെ വേണ്ട, അത് ഉണ്ടായിരുന്ന സംഭവം തന്നെയാണ് എന്ന് വളരെ വ്യക്തമാണ്, മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതാണ്. അപ്പോ അഖദിഹി മിൻ മിൽക്കിൽ ഗൈരി, മറ്റൊരുത്തന്റെ മിൽക്കിൽ നിന്നും പിടിക്കും പോലെ. പക്ഷെ മാലം തെജിരി ആദത്തുൻ, ആദത്ത് സാധാരണത്വം നടന്നിട്ട് ഇല്ല. ബിൽ ഇറാദി, എന്തുകൊണ്ട് തിരിഞ്ഞു കളയൽ കൊണ്ട് ആദത്ത് ചലിച്ചിട്ടുമില്ല. അപ്പൊ ആദത്ത് ചലിച്ചിട്ട് ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, അങ്ങനെയാണുള്ളത്. അനുഹു ഇതിനെ തൊട്ടിട്ട് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ബിലേറാദി അനുഹു അങ്ങനെ വരുമ്പോൾ അത് എന്തില്ല, ആ മിസ്വാക്കിനെ തൊട്ട് ബിലേറാദി അനുഹു എന്ന് പറഞ്ഞാല് മിസ്വാക്കിനെ തൊട്ട്, ആ മിസ്വാക്കിനെ തൊട്ട് തിരിഞ്ഞു കളയൽ, അതായത് അതിനൊരു ഗൗനിക്കാതിരിക്കുക എന്ന ഒരു ആദത്ത് നടന്നിട്ട് ഇല്ലെങ്കിലാണ് ഹറാം. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഹറാം ഇല്ല. അപ്പോ അത് പിടിക്കാൻ പറ്റും എന്നാണ് അർത്ഥം. ഇനി നോമ്പുകാരനിക്ക് വയുക്കുറഹുലിസ്വാഇമി, നോമ്പുകാരനിക്ക് കറാഹത്താണ് എപ്പോൾ, ബഅദ സവാലി, സവാലിന് ശേഷം, സവാലിന് ശേഷം, ഉച്ചക്ക് ശേഷം അത് ഏതാണ് അവനിക്ക് മിസ്വാക്ക് ചെയ്യല് കറാഹത്താണ്. അപ്പോ മറ്റൊരാളുടെ സമ്മതം ഇല്ലാതെ അത് ആദത്ത് നടന്നിട്ടില്ലെങ്കിൽ കറാഹത്താണ് എന്ന് പറഞ്ഞു. തബറുക്കിന് വേണ്ടിയിട്ടാണെങ്കിൽ അതെല്ലാം സുന്നത്താണ്, അവിടെ ഖിലാഫുൽ ഔലയോ കറാഹത്തോ ഇല്ല എന്ന് പറഞ്ഞു. അത് മഹാദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പ്രിയപ്പെട്ട പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിസ്വാക്ക് കൊണ്ട് മിസ്വാക്ക് ചെയ്തതായിട്ടുള്ള ഹദീസ് നമുക്ക് ലക്ഷ്യവും ഉണ്ട്. അങ്ങനെയാണ്, അങ്ങനെ പ്രവർത്തിച്ചിരുന്നു ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ ശ്രദ്ധിക്കുക, വയുക്റഹു ലിസ്വാഇമി, നോമ്പുകാരനിക്ക് കറാഹത്താണ് ബഅദ സവാലി, സവാലിന് ശേഷം, ഉച്ചക്ക് ശേഷം മിസ്വാക്ക് ചെയ്യല് കറാഹത്താണ്. എന്നാൽ ഇവിടെ ഇമാം റാഫി തങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്, എപ്പോൾ ഉച്ചയുടെ മുമ്പും പറ്റില്ല എന്ന അഭിപ്രായം വന്നിട്ടുണ്ട്. കാരണം വല ഖലൂഫു ഫമിസ്സായിമി അത്യബു റിഹൽ മിസ്കി എന്ന ഹദീസ് ഉണ്ടല്ലോ, അത് അങ്ങനെ അത്രക്കും റിഹുള്ളതാണ്, സുഗന്ധമുള്ളതാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ ആളുകളുടെ ഇടയിൽ ഇടപഴകുകയും മറ്റുമൊക്കെ ആകുന്ന സമയത്ത് അതിന്റെ വസ്തുത എന്താണ് എന്ന് ഫിഖ് നമുക്ക് വിപ്പാടം തരുന്നുണ്ട്, അവിടേക്ക് നമുക്ക് എത്താം. അപ്പോ ഇനി അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യലാണ് ഏത് കറാഹത്ത് പറഞ്ഞു. ഇനി ഒരാള് ഇങ്ങനെ ഉച്ചക്ക് കിടക്കാണ്, ഒരാൾ കിട്ടി അവിടെ കൈയൊക്കെ ബന്ധസ്ഥനാക്കിയിട്ട് വേറെ ആൾ വന്നിട്ട് എന്താക്കി അവനോട് മിസ്വാക്ക് ചെയ്ത് കൊടുത്തു എന്ന് തഖ്ദീർ, ഒരു സങ്കല്പന വെച്ച് നോക്കും. അങ്ങനെ മറ്റൊരാളുടെ ഇക്റാഹ് കൊണ്ട് ബിസ്റക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മിസ്വാക്ക് ചെയ്യപ്പെട്ട വ്യക്തിക്ക് തെറ്റില്ല, കാരണം അദ്ദേഹം മുക്റഹായി. ചെയ്തു കൊടുത്തവന്റെ മേലെ ഹറാം അവിടെ നിലനിൽക്കുകയും ചെയ്യും. അതും കൂടി അതിന്റെ കൂടെ മസല പറയാനുണ്ട് എന്നർത്ഥം. ഇനി ഒരാൾ ഉറങ്ങി ഉച്ചക്ക് ശേഷം, വായക്കാകെ പകർച്ചയായിട്ട് വളരെ ഒരു വലഹലൂഹുസായ്മത്യേബ് എന്നുള്ള അവിടെ നിന്നൊക്കെ വിട്ടിട്ടുണ്ട്, മറ്റു ദുർഗന്ധങ്ങൾ വരുന്നുണ്ട്, ആളിടയിലാണ്, പള്ളിയിലാണ്. അങ്ങനെ വരുമ്പോൾ ഈ കറാഹത്ത് അവിടെ ഇല്ലതാണ്, കറാഹത്ത് ഇല്ല. വയുക്റഹുലി സ്വാഇമി ബഅദ സവാലി, സവാലിന് ശേഷം നോമ്പുകാരനൊക്കെ കറാഹത്താണ് മിസ്വാക്ക് ചെയ്യലും. ഇല്ല യതഗയ്യർ ഫമുഹു, അവന്റെ വായ പകർച്ചയായിട്ട് ഇല്ല എങ്കിലാണ് ഈ പറഞ്ഞ നഹബി നോമിൻ, ഉറക്കം കൊണ്ട്. അപ്പോ ഉറങ്ങി, ളുഹർ നിസ്കരിച്ചിട്ട് അങ്ങോട്ട് ഉറങ്ങി, അസറിന്റെ ബാങ്ക് കൊടുക്കുമ്പോൾ എഴുന്നേൽക്കണം. അപ്പൊ കേലൊക്കെ വലിച്ച് ആകെ വൃത്തികേടായി മണമുണ്ട്, എന്നിട്ട് അതിന്റെ ഇടയിൽ ആളുകളുടെ ഇടയിൽ പോയി നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ദുർഗന്ധം ഇങ്ങനെ എല്ലാവർക്കും ബുദ്ധിമുട്ടാകുന്ന ഒരു രീതിയിൽ അപ്പൊ മിസ്വാക്ക് ചെയ്യണമെന്നാണ്. അപ്പൊ തഗയ്യുർ, അത് പകർച്ച ഉണ്ടായിട്ട് ഇല്ലെങ്കിലാണ് എന്ത് പറഞ്ഞത്, കറാഹത്ത് ഉള്ളൂ. അതേസമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മറ്റൊരാളുടെ ഇക്റാഹാണ്, ഈ തഗയ്യുർ ഇല്ലാതെ ചെയ്താൽ അവിടെ ഹറാമും വരുന്നു. സ്വന്തം ചെയ്യുകയാണെങ്കിൽ അത് കറാഹത്തുമാകുന്നു എന്നാണ്. ഇപ്പൊ മിസ്വാക്കും അതിന്റെ തഹ്ലീലാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഇനി മറ്റ് സുന്നത്തിലേക്കാണ് പ്രവേശിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ചയുമാണ്. ഇൻഷാ അല്ലാഹ് സമയം കണ്ടെത്തിയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ചർച്ച ചെയ്യാം. നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് പോവാം. എല്ലാവരും ദുആ ചെയ്യണേ എന്ന വസിയ്യത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.